ത്യാഗത്തിന്റെയും ആഘോഷമാണ് ക്രിസ്തുമസ്. മന്നവൻ മണ്ണിൽ അവതരിച്ചതിന്റെ ഓർമ്മ ദിനം. പാവങ്ങൾക്കും ധനികർക്കും, രോഗികൾക്കും ആരോഗ്യമുള്ളവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒന്നിച്ച് ആഘോഷിക്കാം ഈ ക്രിസ്തുമസ്. സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന പുണ്യദിനം. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്തുമസ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ്. ത്യാഗത്തിന്റെ ആരൂപം ഭൂമിയിൽ പിറന്ന ഓർമ്മയുണർത്തി ഒരു ക്രിസ്തുമസ് കൂടി എന്നും മനസ്സിലുണ്ടാകട്ടെ ദൈവപുത്രൻ പകർന്ന പാഠങ്ങൾ. ഉണ്ണീശു പിറക്കേണ്ടത് മനുഷ്യൻ നിർമ്മിച്ച പുൽക്കൂടുകളിലല്ല, ദൈവം സൃഷ്ടിച്ച മനുഷ്യ മനസ്സുകളിലാണ്. സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പ്രകടനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് നമ്മളിൽ സംഭവിക്കാൻ ഏക മാർഗമേയുള്ളൂ മനുഷ്യനാവുക. പെൺകുഞ്ഞായതിന്റെ പേരിൽ തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ചോരക്കുഞ്ഞിന് അഭയം നൽകിയത്, സമൂഹം മാനസിക രോഗിയെന്ന് മുദ്രകുത്തിയ, മനുഷ്യത്വം തുളുമ്പുന്ന ക്രിസ്തുവിന്റെ ആൾരൂപം. ദൈവം ചെയ്തതുപോലെ സദാ മനുഷ്യനായിക്കൊണ്ടിരിക്കുക. കണ്ടുമുട്ടുന്നവർക്ക് ക്രിസ്തുമസ് ആവുക. സഹചരുടെ ദുഃഖങ്ങളിൽ മനസ്സറിഞ്ഞ് സഹായിക്കുമ്പോൾ, അപരന്റെ വേദന സ്വന്തം വേദനയാകുമ്പോൾ, സ്നേഹമായ ക്രിസ്തുവിന് അവിടെ എങ്ങനെ പിറക്കാതിരിക്കാനാകും? ഇതാ ക്രിസ്തു പിറക്കുന്ന മറ്റൊരിടം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് മനുഷ്യത്വത്തിന്റെ നന്മയുടെ ഒരു ഉത്സവമാകട്ടെ. കേരളം മുഴുവൻ സങ്കടക്കടലിലാഴ്ത്തിയ ദുരന്തമാണ് വയനാട് ദുരന്തം. ഉറ്റവരും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസമേകാൻ ഒരു ക്രിസ്തുമസ് കൂടി ആഗതമായി. ദുരിതങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് പുതുജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വയനാട് ജനതയ്ക്ക് മുൻപിൽ കൈകോർക്കാം. ഈ ജനത അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളെ ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട്ടിൽ കാഴ്ചവെച്ച് ഉണ്ണീശോയോടൊപ്പം നമുക്കും ആയിരിക്കാം. പുതുജീവിതത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നമുക്കേകാം. Yes.